പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നമുക്ക് ഗർ എന്ന കഹാനി ഇതിന്റെ ടോട്ടലായിട്ട് മലയാളത്തിൽ ഒന്ന് പറഞ്ഞു പോകാം. അതിന്റെ കഥ എന്താണെന്ന് കഥാസംഗ്രഹം ഒന്ന് ചുരുക്കത്തിൽ ഇതിന്റെ കഥ നമുക്ക് മലയാളത്തിൽ പറഞ്ഞിട്ട് പോവാം. ഓക്കെ. അപ്പൊ ഗർ എന്ന കഹാനി എഴുതിയിരിക്കുന്നത് പ്രഭാതാണ്. ഇതില് ഫർഹാദ് എന്ന് പറഞ്ഞിട്ട് ഒരു മനുഷ്യനായിട്ടുള്ള ഒരു കഥാപാത്രം എന്ന് പറയുന്നത് ഫർഹാദാണ്. ബാക്കിയുള്ള കഥാപാത്രങ്ങളൊക്കെ ഇതിൽ പല കീടങ്ങളും ജീവികളും പ്രാണികളും ഒക്കെയാണ് ഇതിലുള്ള കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. ഇതിൽ നമ്മൾക്ക് പ്രഭാത് പരിചയപ്പെടുത്തിയിരിക്കുന്നത് ഗിർഗിട്ട്, മക്കടി, ചിപ്പുക്കലി, അതുപോലെ തന്നെ തതയ്യ, ചീംട്ടി, മക്കി, മച്ചർ, ചൂഹെ അങ്ങനെയുള്ള കീടങ്ങളെയൊക്കെയാണ് ഇതിൽ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഗിർഗിട്ട് എന്ന് പറഞ്ഞാൽ ഓന്ത്, അതുപോലെ പല്ലി, ചിലന്തി, കടന്നല്, ഉറുമ്പ്, ഈച്ച, കൊതുക്, എലി, അണ്ണാനെയൊക്കെ പറയുന്നുണ്ട്. പുറത്ത് താമസിക്കാണ് അവരെന്നൊക്കെ അവർ സംസാരിക്കുന്നതിന്റെ കൂടെ പറയുന്നുണ്ട് അല്ലേ. ഇങ്ങനെയുള്ള എല്ലാ ജീവികളെയും പ്രഭാത് ഇതിൽ പരിചയപ്പെടുത്തിയിരിക്കുന്നു. നമ്മൾ ഈ കാണുന്ന ഫർഹാദ് എന്ന് പറഞ്ഞിട്ടുള്ള കഥാപാത്രത്തിന് എല്ലാ ജീവജാലങ്ങളോടും സ്നേഹമാണ്. എല്ലാ ജീവജാലങ്ങളെയും അത് സ്നേഹിക്കും. അതിൻ്റെ വീട്ടിൽ എത്ര പ്രാണികളുണ്ടായാലും പല്ലിയും എലിയും അങ്ങനെയുള്ള ജീവികളെയൊന്നും അത് ഉപദ്രവിക്കാറില്ല. അതിൻ്റെ കൂടെ തന്നെ അങ്ങനെ ആ വീട്ടിൽ ജീവികൾ ഇങ്ങനെ മുട്ടയിട്ട് പെരുകിയും അതുപോലെ തന്നെ ചിലന്തിയൊക്കെ വല കെട്ടി ഇങ്ങനെ കൂടുതലായി വരുന്നതൊക്കെ അംഗസംഖ്യ കൂടി വരുന്നത് അത് ഫർഹാദിന് വളരെയധികം ഇഷ്ടമുള്ള കാര്യമായിരുന്നു. അങ്ങനെ ഈ ഫർഹാദിന്റെ വീട്ടിലാണ് ചിബ്കലി താമസിച്ചിരുന്നത്. ചിബ്കലിയെ എവിടെ വെച്ച് കാണുകയാണെങ്കിലും ഫർഹാദ് വളരെയധികം സന്തോഷമായിരുന്നു. ഫർഹാദ് ചിബ്കലിയോട് ചിരിക്കും. ഫർഹാദ് ചിബ്കലിയെ ഡസ്റ്റ്ബിനിൽ വെച്ചിട്ടും അതുപോലെ തന്നെ ജാഡൂക്കെ പീച്ചെ ചൂലിൻ്റെ താഴെ വെച്ചിട്ട് അതുപോലെ തന്നെ പുസ്തകങ്ങൾക്ക് പിന്നിൽ വെച്ചിട്ട് വസ്ത്രങ്ങളുടെ താഴെ വെച്ചിട്ട് പാത്രങ്ങൾക്കിടയിൽ വെച്ചിട്ടൊക്കെ കാണാറുണ്ടായിരുന്നു. എവിടെ വെച്ച് കാണുകയാണെങ്കിലും അദ്ദേഹം എന്താ പറയുക ചിബ്കലിയോട് പുഞ്ചിരിക്കാറാണ് പതിവ്. ചിബ്കലി ഒന്നും തന്നെ ചെയ്യാറില്ല. പക്ഷേ ചിബ്കലി കുറച്ചു ദിവസം ഫർഹാദിൽ നിന്നും മാറിയിട്ട് ശ്രീമതി ശാന്തിദാസിന്റെ കൂടെ കുറച്ച് ദിവസം താമസിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ചിബ്കലിക്ക് വളരെയധികം കഷ്ടപ്പാട് അനുഭവിക്കേണ്ടതായിട്ട് വന്നു. ചിബ്കലിയെ കാണുന്ന സമയത്ത് തന്നെ ശാന്തിദാസ് കൂവി വിളിക്കുകയും പിന്നെ സുശാന്തനോട് ഈ ചിബ്കലിയെ ഓടിക്കാൻ വേണ്ടി പറയുകയും ചെയ്യും. ചൂലെടുത്ത് അടിച്ചു ഓടിക്കും. അങ്ങനെ ചിബ്കലി അവിടെ വളരെയധികം പ്രയാസം അനുഭവപ്പെട്ടു. അങ്ങനെ ചിബ്കലി ആ ശാന്തിദാസിന്റെ വീട്ടിൽ നിന്നും ഇറങ്ങി പോരുകയാണ്. ഉൻകെ സാത്ത് ഏക് സപ്താഹ്, ഒരു ആഴ്ച പോലും ഈ ചിബ്കലിക്ക് ശാന്തിദാസിന്റെ കൂടെ ഒരാഴ്ച പോലും തികച്ച് താമസിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. വീണ്ടും ശ്രീമാൻ ഫർഹാദിന്റെ അടുത്തേക്ക് തന്നെ ചിബ്കലി വരികയാണ്. അങ്ങനെ ചിബ്കലി വളരെയധികം സന്തോഷത്തോടെ ശ്രീമാൻ ഫർഹാദ് എടുത്തിട്ടുള്ള പുതിയ വീട്ടിലേക്ക് വരുമ്പോഴാണ് വഴിയിൽ വെച്ചിട്ട് റോഡിൽ വെച്ചിട്ട് ഗിർഗിട്ട് നമ്മളെ ചിബ്കലിയെ കാണുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും തമ്മിൽ സംസാരിക്കുന്നു. അതിനുശേഷം ചിബ്കലി ഫർഹാദിന്റെ പുതിയ വീട്ടിലേക്ക് വരുന്നു. പുതിയ വീട്ടിൽ എത്തുന്ന സമയത്ത് അവിടെ ചിബ്കലിയെ കൂടാതെ ഒരുപാട് പ്രാണികളും കീടങ്ങളും ജീവികളൊക്കെ അവിടെ എത്തിയിട്ടുണ്ടായിരിക്കും. അവിടെ ആദ്യമായിട്ട് എത്തുന്നത് ചിബ്കലിയാണ് എന്നാണ് ചിബ്കലി കരുതിയിട്ടുണ്ടാവുക. പക്ഷെ അവിടെ എത്തുന്ന സമയത്ത് തന്നെ അവിടെ നിന്നിട്ടും മൂലയിലിരുന്നിട്ട് ആ വീടിന്റെ ഒരു മൂലയിൽ ഇരുന്നിട്ട് ആരോ വിളിക്കുന്നതായിട്ട് തോന്നുന്നു. അങ്ങനെ ചുറ്റിലും നോക്കുന്ന സമയത്ത് അവിടെ ആരെ കാണുന്നു? മക്കടിയെ കാണാണ്. മക്കടി ഒരു മൂലയിൽ ഇരിക്കുകയാണ്. ആ സമയത്ത് ചിബ്കലി ചോദിക്കുന്നു, എപ്പോഴാണ് നിങ്ങളൊക്കെ എത്തിയത്? ഞാനായിരിക്കും ഇവിടെ ആദ്യം എത്തുന്നതെന്ന് ഞാൻ കരുതി, പക്ഷെ നിങ്ങളൊക്കെ എപ്പോൾ എത്തി എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മക്കടി പറയാണ്, ഞാൻ ഇന്നലെ ഇവിടെ വന്നു, ഇന്നലെ തന്നെ ഞാൻ ഇവിടേക്ക് വന്നു എന്ന് മക്കടി പറയുന്നു. അങ്ങനെ അവരെല്ലാവരും സംസാരിച്ചിരിക്കുന്ന സമയത്ത്
ഇനി ഇവിടെ ആരൊക്കെയാണുള്ളത് എന്ന് ചിപ്കലി ചോദിക്കുന്നു. ആ സമയത്ത് അവിടെ മക്കി, മച്ചർ, ഈച്ചയും കൊതുകും ഒക്കെ ഉള്ള കാര്യം പറയുന്നു. അങ്ങനെ അവർ പരിചയപ്പെടുകയാണ്. അതിനുശേഷം ഇവരെല്ലാവരും കൂടെ സംസാരിക്കുന്നു. ഉച്ചത്തിൽ സംസാരിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഉറുമ്പിന്റെ കുഞ്ഞുങ്ങൾ ഉറങ്ങുന്നില്ല എന്ന പരാതി പറയുന്നു. ഇവരുടെ സംസാരം കാരണം ഉറുമ്പ് പറയാണ്, നിങ്ങൾ ഉച്ചത്തിൽ സംസാരിക്കുന്നത് കാരണം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, അവർ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ് എന്നൊക്കെ പരാതി പറയാണ്. അപ്പോൾ അവർ ക്ഷമ ചോദിക്കുന്നു. ഞങ്ങൾ അറിഞ്ഞില്ല, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഉറങ്ങുന്ന കാര്യം, നിങ്ങൾ ഇവിടെ ഉള്ള കാര്യം ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് അവർ ക്ഷമ ചോദിക്കുകയാണ്. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന കടന്നൽ പതാനഹി കബരിഹി ചായ ഉണ്ടാക്കിയിട്ട് അവിടെ ഉണ്ടായിരുന്ന കടന്നൽ അവരെ ചായ ഉണ്ടാക്കിയതിന് ശേഷം അവർ ചായ കുടിക്കാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. അയൽവാസി ആയത് കാരണം അവർ ആദ്യം എത്തിയത് കടന്നലൊക്കെയാണല്ലോ ഇവിടെ ആദ്യം എത്തിയത്. അപ്പോൾ പിന്നീട് വന്നവരെ അവരെത്തിയതിന് ശേഷം വന്നവരെ അതിഥിയായിട്ട് സ്വീകരിക്കുകയാണ്. അവർ ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ എല്ലാവരും കൂടെ അവിടെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം അവർ പരസ്പരം അവരുടെ കാര്യങ്ങളും ഡ്രസ്സുകളും അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവരുടേതായിട്ടുള്ള സ്ഥാനങ്ങളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ജ്യാദാദർ തുമ്മിൽ സഗീജ് ഉൻകെ അലാവ ഏക്കത്. അപ്പൊ ഇവിടെ ഇത്രയും ആളുകളാണോ ഉള്ളത്, ഇനി ആരൊക്കെയാണ് ഉള്ളതെന്ന് അറിയാൻ ഫർഹാദിനെ അറിയാനാണ് കൂടുതലും ചിപ്കലിക്ക് താല്പര്യമുള്ളത്. ചിപ്കലി ആഗ്രഹിക്കുന്നത് ഫർഹാദ് എവിടെ എന്നാണ് അവളുടെ ചിപ്കലിയുടെ മനസ്സിൽ എല്ലാ സമയത്തും ഉള്ളത്. അപ്പോൾ ആ സമയത്ത് അവൾ ചിപ്കലി ചോദിക്കുകയാണ്, ഇവിടെ ഇനി വേറെ ആരൊക്കെയാണ് ഉള്ളത് എന്ന് ചോദിക്കുന്നു. കൂടുതൽ പേരെയും കണ്ടു കഴിഞ്ഞു, ഇനി ഇവിടെ ഒരു എലിയാണ് വരാനുള്ളത്, അത് വരികയും പോവുകയും ചെയ്യും, അതങ്ങനെ എല്ലാ സമയത്തും വീട്ടിൽ നിൽക്കാറില്ല, ചിലപ്പോൾ 2-3 ദിവസത്തേക്ക് അതിനെ കാണാതെയാവുകയും ചെയ്യും എന്നൊക്കെ അവര് പറയുന്നു. അപ്പോൾ ഫർഹാദിനെ കുറിച്ചിട്ടാണ് നമ്മുടെ ചിപ്കലിക്ക് അറിയേണ്ടത്. ആ സമയത്ത് ശ്രീമാൻ ഫർഹാദിനെ കുറിച്ചിട്ട് ചിപ്കലി ചോദിക്കുകയാണ്, തതയ്യ ആർ മക്കടി ദോനോക്കി ഓർ ദേക്കത്തെ ഹുയ പൂച്ച. രണ്ടുപേരെയും നോക്കിക്കൊണ്ട് ചോദിക്കുകയാണ്, ശ്രീമാൻ ഫർഹാദ്. അപ്പൊ അവര് പറയുന്നു, ഒരു ഡ്രസ്സ് മാറ്റിയിട്ട് മറ്റൊരു ഡ്രസ്സ് ധരിക്കുന്ന ആളെ കുറിച്ചിട്ടാണോ നിങ്ങൾ പറയുന്നത്? അയാൾക്ക് ഈ വീടുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അയാൾ വന്നു കഴിഞ്ഞാൽ തന്നെ വേഗം കിടന്നുറങ്ങുകയാണ് ചെയ്യുക. ഉറങ്ങിയിട്ട് കുറച്ച് സമയം ഉണർന്നിരിക്കുകയാണെങ്കിൽ തന്നെ അദ്ദേഹം ആ സമയം പുസ്തകം വായിക്കുകയാണ് ചെയ്യാറുള്ളത്. അദ്ദേഹത്തിന് ഈ വീടിന്റെ മുക്കും മൂലയും ടെറസും എന്താ പറയാ ജനല് അങ്ങനെയുള്ള ഭാഗങ്ങളൊന്നും അദ്ദേഹത്തിന് ആവശ്യമില്ല, അതൊന്നും അദ്ദേഹം ഉപയോഗിക്കാറില്ല. വളരെ കുറച്ച് സ്ഥലം മാത്രമാണ് അദ്ദേഹം എടുക്കുന്നത് ഇവിടെ. അത് തന്നെ അദ്ദേഹം ഉറങ്ങാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നതും, ഉറങ്ങുകയും കുറച്ച് സമയം വായിക്കുകയും ചെയ്യും എന്നൊക്കെ അവര് ഫർഹാദിനെ കുറിച്ചിട്ട് പറയുന്നു. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ഫർഹാദ് വരുന്നു. ഫർഹാദ് വന്നിട്ട് ആ വീട്ടിലുള്ള വരാന്ത മുതൽ കിച്ചൺ വരെയുള്ള എല്ലാ സ്ഥലങ്ങളിലെയും ലൈറ്റ് തെളിയിക്കുന്നു. പിന്നീട് അദ്ദേഹം കിച്ചണിൽ അദ്ദേഹത്തിന് വേണ്ട ഭക്ഷണമൊക്കെ തയ്യാറാക്കിയിട്ട് കഴിക്കുന്നു, വെള്ളം കുടിക്കുന്നു. പിന്നീട് അദ്ദേഹം ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കൊതുക് വലയൊക്കെ വിരിച്ച് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് അദ്ദേഹം കിടന്നുറങ്ങുകയാണ്. ഉറങ്ങുന്ന സമയത്ത് അദ്ദേഹം സ്വപ്നം കാണുന്നു. അദ്ദേഹം എന്താണ് സ്വപ്നം കാണുന്നത്? അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹം വെച്ചിട്ടുള്ള ഒരു പഴയ മൺകുടത്തിന്റെ അരികിലായിട്ട് ചിപ്കലി മുട്ടയിട്ടതായിട്ട് അദ്ദേഹം സ്വപ്നം കാണാണ്. അതുകൂടാതെ തന്നെ കമരയ്ക്ക് പീച്ച് ഗാലറിക്ക് കോനയമേ ആ റൂമിന്റെ പിന്നിലായിട്ട് തന്നെ എന്താ പറയാ ചിലന്തി വലിയ വല കെട്ടിയതായിട്ടും അദ്ദേഹം സ്വപ്നം കാണുന്നു. അങ്ങനെ ആ വലിയ ചിലന്തി വല അദ്ദേഹം സ്വപ്നത്തിൽ തന്നെ ഫോട്ടോ എടുക്കുകയാണ്. അങ്ങനെ അദ്ദേഹം സ്വപ്നത്തിൽ നിന്നും ഉണരുന്നു. രാവിലെയായി അദ്ദേഹം ഉണർന്ന് അദ്ദേഹത്തിന് കാലിൽ അണിയാൻ വേണ്ടി ചെരുപ്പ് കട്ടിലിന് താഴെ വെച്ച ചെരുപ്പ് അദ്ദേഹം കാലിൽ ഇടാൻ വേണ്ടി താഴേക്ക് കാല് വെച്ച സമയത്ത് അദ്ദേഹത്തിന് കാലിൽ ഇക്കിളിയാവുന്നത് പോലെ തോന്നുന്നു. നോക്കുന്ന സമയത്ത് തവളക്കുഞ്ഞുങ്ങളാണ് അദ്ദേഹത്തിന്റെ ചെരുപ്പിൽ കയറിയിരിക്കുന്നത്. അദ്ദേഹം പതുക്കെ ആ ചെരുപ്പ് അനക്കാതെ എടുത്തു. എന്നിട്ട് ആ തവളക്കുഞ്ഞുങ്ങളെ കയ്യിലെടുത്തു. എന്നിട്ട് ആ തവളക്കുഞ്ഞുങ്ങളെയും കയ്യിലെടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെ നടന്നു കുറച്ച് സമയം. തവളക്കുഞ്ഞുങ്ങൾ കയ്യിൽ നിന്ന് ചാടി പോകുന്നത് വരെ അദ്ദേഹം അങ്ങനെ നടന്നു. തവളക്കുഞ്ഞുങ്ങൾ കയ്യിൽ നിന്ന് ചാടി താഴെ തറയിൽ ഇങ്ങനെ ചാടി കളിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് വളരെയധികം സന്തോഷമായി. അദ്ദേഹം അത് നോക്കി ചിരിക്കാൻ തുടങ്ങി.
കണ്ണാടിക്ക് മുമ്പിൽ നിന്ന് അദ്ദേഹം ആരെ കണ്ടു? ചിപ്പുക്കലിയെ കണ്ടു. घर के खेलने लगी वे आईने के सामने खड़े होकर मुस्कुराने लगे. ആ തവളക്കുഞ്ഞുങ്ങൾ ചിരിക്കുന്നത് തവളക്കുഞ്ഞുങ്ങൾ കളിക്കുന്നത് കണ്ടിട്ട് ഫർഹാദ് പുഞ്ചിരിച്ചു. തബി ഉന്നെ ആയിനമേ ചിപ്കലി ദിഗി. ആ സമയത്ത് അദ്ദേഹം കണ്ണാടിയിലൂടെ നമ്മുടെ കഥാപാത്രമായിട്ടുള്ള ചിപ്കലിയെ കണ്ടു. നയേ ഗർമേ ഉൻ ദോനോക്ക് യഹ് പഹലി മുലാഖാത്ത് തി. പുതിയ വീട്ടില് അവരുടെ രണ്ടുപേരുടെയും ആദ്യത്തെ കൂടിക്കാഴ്ചയായിരുന്നു അത്. മനസ്സിലായോ? അത്രയാണ് നമ്മുടെ ഈ ഗർ എന്ന കഹാനിയിൽ ഉള്ളത്.